നമസ്കാരം. കാസർഗോഡ് ജില്ലയിലെ ഒരു മലയോര ഗ്രാമത്തിൽ താമസിക്കുന്ന ഒരു ഇടത്തരം കൃഷിക്കാരനാണ് തോമസ് ചേട്ടൻ. തോമസ് ചേട്ടന് KSFയിലെ ഒരു ചിട്ടി ഉണ്ടായിരുന്നു. ഈ അടുത്തിടെ തോമസ് ചേട്ടൻ ആ ചിട്ടി ലേലത്തിൽ പിടിച്ചു. ചിട്ടിപ്പണം കിട്ടുന്നതിന് വേണ്ടി 1,25,000 രൂപയ്ക്ക് തുല്യമായ ഈട് കൊടുക്കണം എന്ന് KSFയിലെ ജീവനക്കാർ തോമസ് ചേട്ടനോട് പറഞ്ഞു. എന്തൊക്കെയാണ് KSF ഈടായിട്ട് സ്വീകരിക്കുക എന്ന കാര്യവും ജീവനക്കാർ തോമസ് ചേട്ടനോട് പറഞ്ഞിരുന്നു. എങ്കിലും കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുന്നതിന് വേണ്ടി തോമസ് ചേട്ടൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ തോമസ് ചേട്ടന് കിട്ടിയത് ഈ വീഡിയോയാണ്. അതായത് KSF ചിട്ടികൾക്ക് ഈടായി എന്തൊക്കെ കൊടുക്കാം എന്ന വീഡിയോ ഡെയ്സൺ ജോസഫ് എന്ന യൂട്യൂബ് ചാനലിലാണ് ഈ വീഡിയോ ഉള്ളത്. തോമസ് ചേട്ടൻ ഈ വീഡിയോ പൂർണ്ണമായി കണ്ടു. അതിനുശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് തോമസ് ചേട്ടൻ ഈ വീഡിയോ ചെയ്ത ഡെയ്സൺ ജോസഫിനെ, അതായത് എന്നെ ഫോണിൽ വിളിക്കുകയുണ്ടായി. തോമസ് ചേട്ടന്റെ പ്രശ്നം ഇതാണ്: ചിട്ടിപ്പണം കിട്ടണമെങ്കിൽ 1,25,000 രൂപയ്ക്ക് തുല്യമായ ഈട് KSFക്ക് കൊടുക്കണം. തോമസ് ചേട്ടന് കുറച്ച് കൃഷിഭൂമിയൊക്കെ ഉണ്ട്. പക്ഷെ ആ കൃഷിഭൂമി നിലവിൽ പണയത്തിലാണ്. ഇനി സ്വർണം അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. ഒരു ഇൻഷുറൻസ് പോളിസി ഉണ്ട്. അതിന്റെ സറണ്ടർ വാല്യൂ എത്രയാണെന്ന് അന്വേഷിച്ചപ്പോൾ 50,000 രൂപയാണ് സറണ്ടർ വാല്യൂ ഉള്ളത്. വേറെ സെക്യൂരിറ്റികളൊന്നും കൊടുക്കാൻ തോമസ് ചേട്ടന് നിർവാഹമില്ല. ജാമ്യം നിൽക്കാൻ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ ആരും ഇല്ല. ഇതാണ് തോമസ് ചേട്ടന്റെ പ്രശ്നം. ഞാൻ തോമസ് ചേട്ടനോട് ചോദിച്ചു, ചേട്ടന്റെ ഈ കുറച്ച് സ്വർണം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അത് എന്തേരം വരും? പുള്ളി പറഞ്ഞു ഏതാണ്ട് 2 പവനോളം ഉണ്ട്. ആ സ്വർണത്തിന് 56,000 രൂപയോളം വാല്യുവേഷൻ KSF ഇടും എന്നുള്ള കാര്യം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ഞാൻ പിന്നെ അദ്ദേഹത്തോട് ചോദിച്ചു, ചേട്ടന്റെ കയ്യില് ബാങ്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസീറ്റ് വല്ലതും ഉണ്ടോ? പുള്ളി പറഞ്ഞു പുള്ളിക്ക് അങ്ങനെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒന്നും ഇല്ല. എന്നാൽ ഭാര്യയുടെ പേരിൽ ഒരു 40,000 രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസീപ്റ്റ് ഉണ്ട്. എന്റെ പൊന്നു തോമസ് ചേട്ടൻ എന്തിനാ പേടിക്കുന്നേ? 50,000 രൂപ സറണ്ടർ വാല്യൂ ഉള്ള ഇൻഷുറൻസ് പോളിസി ഉണ്ട് ചേട്ടന്റെ കയ്യില്. 56,000 രൂപ വാല്യൂ വരുന്ന ഗോൾഡ് ഉണ്ട്. ഇപ്പൊ എത്രയായി? 1,06,000 രൂപയായി. 40,000 രൂപയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസീപ്റ്റ് ഉണ്ട്. അതും കൂടെ കൂട്ടുമ്പോൾ എത്രയായി? 1,46,000 രൂപയായി. തോമസ് ചേട്ടൻ സെക്യൂരിറ്റി കൊടുക്കേണ്ടത് 1,25,000 രൂപയ്ക്ക് തുല്യമായത് മാത്രമാണ്. ചേട്ടൻ ഇപ്പോൾ എത്ര കൊടുക്കാൻ പറ്റുന്നുണ്ട്? 1,46,000 രൂപയുടെ സെക്യൂരിറ്റി കൊടുക്കാൻ ചേട്ടൻ ഇപ്പം പറ്റും. ഒന്നും നോക്കണ്ട, നേരെ KSFയിലേക്ക് വിട്ടുകൊള്ളുക, കാര്യങ്ങൾ ഡീലാക്കിക്കൊള്ളുക. ഇതുപോലെ കമ്പൈൻഡ് സെക്യൂരിറ്റി KSF ചിട്ടികൾക്ക് ഈടായിട്ട് കൊടുക്കാൻ സാധിക്കും. പല ആളുകളുടെയും ധാരണ ഒരു ചിട്ടിക്ക് ഒരേ രീതിയിലുള്ള സെക്യൂരിറ്റി, ഭൂമിയാണെങ്കിൽ മൊത്തം ഭൂമി, സ്വർണമാണെങ്കിൽ മൊത്തം സ്വർണം, LIC പോളിസി ആണെങ്കിൽ മൊത്തം LIC പോളിസി, അങ്ങനെ കൊടുക്കാൻ പാടുള്ളൂ എന്നാണ്. അങ്ങനെയല്ല. KSF എന്തൊക്കെയാണോ ജാമ്യമായിട്ട് അംഗീകരിക്കുക അവ നമുക്ക് കമ്പൈൻഡ് ആയിട്ട് ഒരു ചിട്ടിക്ക് ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടാം. നന്ദി.